എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എനിക്ക് അവരവരുടെ അമ്മയെ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. അരുണിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു, ഞാൻ അന്നൊരു ചരക്കായിരുന്നു. കണ്ടല്ലോ തമ്പനയിൽ കണ്ടല്ലോ, മീനമ്മ അവിടെ ഒരു അമ്മ വരുന്നില്ലയോ? എന്നാ പിന്നെ മീൻ ആന്റിന്ന് വിളിച്ചാ പോരെ എന്താ ചേച്ചിക്ക്? അപ്പൊ അമ്മ വരുത്തില്ലായിരുന്നല്ലോ അവിടെ. ഇത്രയും ദിവസം ഏറിൽ കയറിയുന്ന ഹൻസിക കൃഷ്ണ പുള്ളിക്കാരിയെ താഴോട്ട് ഇറക്കിയിട്ട് ആ ചേച്ചിയായിട്ടുള്ള ദിയ കൃഷ്ണ ഏറിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുഞ്ഞനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടി ഏറി കയറിയ ദിയ കൃഷ്ണ ചേച്ചിയുടെ മനസ്സിന് നമുക്കൊരു വലിയ കയ്യടി തന്നെ കൊടുക്കാം. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദിയ കൃഷ്ണ പുള്ളിക്കാരിയെ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നത് 98% ആൾക്കാർക്കും അറിയുമായിരിക്കും. ബിക്കോസ് പുള്ളിക്കാരി ഒരു വ്ളോഗറാണ്. അതിലുപരി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം പുള്ളിക്കാരുടെ ഫാമിലിയിൽ കൂടുതലും ചേച്ചിമാരെല്ലാം വ്ളോഗേഴ്സ്. അതേപോലെ തന്നെ പുള്ളിക്കാരനാണ്. ഈ ചേച്ചിയുടെ അച്ഛനാണെങ്കിൽ ആക്ടർ. അങ്ങനെ ആ ഒരു സെലിബ്രിറ്റി കുടുംബം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ മദേഴ്സ് ഡേയിലെ ഈ ചേച്ചി ആണെങ്കിൽ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. വ്ളോഗ് എന്ന് പറയുമ്പം ഈ ചേച്ചിയുടെ അനിയത്തി ആയാലും അഹാന കൃഷ്ണയായാലും ഹൻസിക കൃഷ്ണയായാലും എല്ലാവരും വ്ളോഗ് സംഭവങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ചേച്ചി വന്നിട്ട് ആ വ്ളോഗിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്ക് വേണോ ഇതിൽ? അതായത് നമ്മുടെ വയസ്സിന് മൂത്ത അല്ലെങ്കിൽ നമ്മുടെ അമ്മയേക്കാൾ പ്രായമുള്ള ഒരാളെ നമ്മൾ എന്ത് വിളിക്കും? ആൻറ്റി, ചേച്ചി, അമ്മേ, മാമി എന്നൊക്കെ ഒരു ഷോർട്ട് ഫോമിൽ നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെ പേരെടുത്തോ അല്ലെങ്കിൽ എടി പൊടി എന്നൊന്നും നമ്മൾ വിളിക്കാറില്ല. പക്ഷെ അതിന് സമമായിട്ടുള്ളൊരു രീതിയിലാണ് ചേച്ചി ഈ ഒരു സംഭവം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് ഇങ്ങനെ എടി പൊടി ഒന്നൊന്നും ചേച്ചി വിളിച്ചിട്ടില്ല. പക്ഷെ അതിലുപരി സ്വന്തം അമ്മായിയമ്മയെ വഴിയിൽ കൂടെ പോകുന്നവർ എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ അമ്മയേക്കാൾ പ്രായമുള്ള ഒരാളെ ഞാനെന്തെങ്കിലും അമ്മയെന്നോ ആൻറ്റീന്നോ മറ്റുമൊക്കെ വിളിക്കുന്നത്, ആ ഒരു ബഹുമാനം കൊടുക്കണം. അതായത് നമ്മുടെ അമ്മയേക്കാൾ പ്രായമുള്ള ഒരാളാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ആ ബഹുമാനം കൊടുക്കണം. എന്നും കരുതി അമ്മയെന്ന് തന്നെ വിളിക്കണമെന്നില്ല. അങ്ങനെ വിളിക്കാത്തവരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊന്നും പെട്ടെന്ന് കയറി അമ്മയെന്നൊന്നും വിളിക്കത്തില്ല, ആൻറ്റീന്നൊക്കെ വിളിച്ച് ആ ഒരു ഇത് കൊടുത്തേ വിളിക്കത്തുള്ളൂ. ആ ഒരു ബഹുമാനം കൊടുക്കാനുള്ള മനസ്സ് അവിടെ കാണിക്കണം. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ദിയ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അശ്വിൻ്റെ അമ്മയെയാണ് ഇവിടെ കിടന്ന് കൂടെ ചേച്ചി പറയുമായിരുന്നു അശ്വിൻ്റെ അമ്മ എന്ന്. അപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ ആ ചേച്ചിയുടെ വ്യൂവേഴ്സ് വന്ന് കമൻറ്റ് അയച്ചിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ കയറി അശ്വിൻ്റെ അമ്മ എന്ന് പറയാതെ സ്വന്തമായിട്ട് അമ്മയെന്ന് വിളിക്കുന്നതിന് എന്താണ് കുഴപ്പം എന്നാണ് ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്. അതിന് മറുപടിയോണം വേണമെങ്കിൽ ദിയ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിക്ക് പറയായിരിക്കും, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ ഞാൻ ഇഷ്ടമുള്ളത് വിളിക്കും, എൻ്റെ ഫാമിലിക്ക് കുഴപ്പമില്ല, അശ്വിൻ്റെ അമ്മയ്ക്ക് കുഴപ്പമില്ല, അശ്വിന് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്നൊക്കെയുള്ള രീതിയിൽ നല്ല രീതിക്കുള്ള മറുപടി കൊടുത്ത് ആ ഒരു കമൻറ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. അതിന് പകരം ഈ ചേച്ചി കാണിച്ചിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. അതായത് ഈ കമൻറ്റ് അയച്ചവരടുത്ത് ചേച്ചി പറയുന്ന ഒരു കാര്യമാണ്, വഴിക്കുന്ന പോകുന്നവരെ ഒന്നും എനിക്ക് അമ്മയെന്നും അച്ഛാന്നും വിളിക്കാൻ വേണ്ടി താല്പര്യമില്ല, എൻ്റെ വീട്ടിൽ അതിനൊരു അമ്മയും ഉണ്ട് ഒരു അച്ഛനും ഉണ്ടെന്ന്. വഴിയിൽ കൂടെ പോകുന്നവരാണ് സത്യം പറഞ്ഞു ഈ അമ്മയെന്ന് പറയുമ്പോൾ. സ്വന്തം ഭർത്താവിൻ്റെ അമ്മയാകുമ്പോൾ അവിടെ കുറച്ച് ബഹുമാനം കൊടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്ളോഗിനകത്ത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് അത് ഇന്ത്യ അത് കളയുന്നതുകൊണ്ടോ കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ എടുത്തു വെച്ച് റിയാക്ഷൻ ചെയ്യുന്നോ, അതുപോലെ ഈ അമ്മയെ വഴിയിൽ കൂടെ പോകുന്നവരെന്ന് പറയുന്നു, എത്ര വലിയ തെറ്റാണെന്നറിയോ? സ്വന്തം അമ്മയെക്കാൾ പ്രായമുള്ള ഒരാളെ വഴിയിൽ കൂടെ പോകുന്നവർ, അതൊരു ഫാമിലി മെമ്പറാണ്. ഭർത്താവിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഫാമിലിയിലെ മെമ്പർ തന്നെ ആണല്ലോ. ഒരു ബഹുമാനമെങ്കിലും കൊടുത്തിട്ട് സംസാരിക്കാമെന്ന്. ആൻറ്റി എന്ന് വിളിക്കുന്ന വലിയ തെറ്റ് സംഭവങ്ങളും ഒന്നുമല്ല. പക്ഷേ ഈ വഴിയിൽ കൂടെ പോകുന്നവരെന്ന് പറയുന്നത് ആ ഏറ്റവും വലിയ തെറ്റ്. ആ വ്ളോഗിനകത്ത് ഇത് മാത്രമല്ല വേറെ കുറേ സംഭവങ്ങൾ ചേച്ചി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് ഓരോ ഭാഗം വെച്ചൊന്ന് പ്ലേ ചെയ്തു നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കാണാറില്ലേ, ടൈം സ്പെൻഡ് ചെയ്യാറില്ലേ എന്നൊക്കെ എന്റെ ബ്ലോഗിന്റെ അടിയിലൊക്കെ എന്റെ അമ്മയുടെ ബ്ലോഗിനൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് കാര്യം വെച്ച് കഴിഞ്ഞാല് എന്റെ ഫാമിലിയിലെ എല്ലാവരും ബ്ലോഗ് എടുക്കുന്നവരാണ്. എല്ലാവരും സോഷ്യൽ മീഡിയക്കകത്ത് ഭയങ്കര ആക്റ്റീവാണ്, നല്ല ആക്റ്റീവാണ്. പക്ഷെ അശ്വിന്റെ ഫാമിലി ഒബ്വിയസ്ലി അയാളുടെ വീട്ടിൽ അയാളുടെ ചേട്ടനും ചേച്ചിയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിലും ആരും ഒട്ടും ആക്റ്റീവ് അല്ല. അയാളുടെ അച്ഛനും അമ്മയും സോഷ്യൽ മീഡിയയിലേ ഇല്ല. അവർ ആ പരിസരത്ത് പോലും ഇല്ലാത്തവരാണ്. അതൊക്കെ അവരുടേതായ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഞാനും എന്റെ ഫാമിലി അഫ്കോഴ്സ് നമ്മൾ വർഷങ്ങളായിട്ട് മീഡിയയിലുള്ളവരാണ്, സോഷ്യൽ മീഡിയയിൽ കിടന്നിങ്ങനെ കറങ്ങുന്നവരാണ്. അപ്പം നമ്മുടെ പല കാര്യങ്ങളും ലൈഫിൽ നടക്കുന്ന അപ്ഡേറ്റ്സ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കാറുണ്ട്. അപ്പൊ അശ്വിന്റെ വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോഴോ നമ്മളായിട്ട് ഇപ്പൊ വ്ളോഗ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ആരും അറിയത്തില്ല. ഒബ്വിയസ്ലി അവരാരും എടുത്തവർ വ്ളോഗ് ഇടാനും പോകുന്നില്ല. അവരങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. അപ്പൊ അങ്ങനെ കുറെ പേരെ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ പലപ്പോഴും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ വ്ളോഗ് എടുത്ത് കാണിക്കുമ്പോഴാണ് നിങ്ങളെങ്കിലും കാണുന്നത് അശ്വിന്റെ ഫാമിലി വ്ളോഗിനകത്ത്. അപ്പൊ ദാറ്റ് ഡസന്റ് മീൻ വി ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് ദം ഓർ ദേ ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് ദം. എന്തായാലും ഇവിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അതായത് ചേച്ചി സാധാരണ ഒരു വ്ളോഗ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോകുമോ അതേ രീതിയിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ചേച്ചിയുടെ ചാനലിലോട്ട് നമ്മളൊന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിക്കുള്ള വ്യൂവർഷിപ്പും സംഭവങ്ങളും ഉണ്ട്, ലക്ഷങ്ങൾ സബ്സ്ക്രൈബും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആൾക്കാർ ചോദിക്കും സ്വന്തം ഭർത്താവിന്റെ അമ്മ എന്തുകൊണ്ട് ആന്റി അല്ലെങ്കിൽ ഭർത്താവ് അശ്വിന്റെ അമ്മയെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ട് ഒരു വ്യൂവേഴ്സ് ചോദിക്കുന്നത്. നമ്മൾ പല പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ഫാമിലി പ്രോബ്ലംസ്
പ്രോബ്ലംസോ മറ്റ് മാറ്റേഴ്സ് സംഭവങ്ങളും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഉറപ്പായിട്ടും വരും. പ്രത്യേകിച്ച് ഈ ചേച്ചിയുടെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗ് ആകുമ്പോൾ ഫാമിലിയിൽ ഓരോ മെമ്പേഴ്സിനും സ്വന്തം ബന്ധുക്കാരെ പോലെ കാണുന്ന വ്യൂവേഴ്സും ഉണ്ട്. അത് മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ സ്വന്തം മെമ്പർ എന്നൊരു രീതിയിലായിരിക്കും ചേച്ചിയുടെ ഈ ചോദ്യങ്ങളും മറ്റും ഈ ഫാൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് നല്ലൊരു മറുപടി കൊടുക്കുക ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അതങ്ങ് വിട്ട് കളഞ്ഞേക്കാം. അത് മൈൻഡ് പോലും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ ചേച്ചി ചെയ്യേണ്ടത് മര്യാദക്കുള്ള ഒരു ഉത്തരം കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഈ ഒരു 3 കാര്യങ്ങൾ ചേച്ചി ചെയ്തിട്ടില്ല. അതിലുപരി ചേച്ചി പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ചേച്ചി സബ്സ്ക്രൈബ് ചെയ്ത് ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ, ചേച്ചിയുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാൻ വേണ്ടി കമന്റ് എഴുതാൻ വരുന്നവർ, അങ്ങനെ കുറേ ആൾക്കാർ ചേച്ചിയുടെ കമന്റ് ബോക്സിലുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ഒരു ഡൗട്ട് ചേച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ചേച്ചി ഈ രീതിയിലാണ് മറുപടി കൊടുക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. മറുപടിയോ സംഭവങ്ങളോ അതെല്ലാം പോകട്ടെ. ബാക്കി ഇനി ഇങ്ങോട്ട് പറയാൻ പോകുന്നതാണ് കൂടുതലായിട്ടും അതിനകത്ത് മോശപ്പെട്ട് ചേച്ചി സംസാരിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ. ഇവിടം വരെയുള്ള വ്ളോഗിന് ഒരു പകുതി വരെയുള്ള എല്ലാ സംഭവങ്ങളും ഓക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ അമ്മമാരെ കുറിച്ചുള്ള ദിവസമാണ്. അമ്മമാരെയാണ് അന്നത്തെ ദിവസത്തെ സ്റ്റാർ. ആ ഒരു അമ്മമാരുടെ ദിവസത്തിൽ തന്നെ ചേച്ചി ഈ അമ്മമാരെ കുറിച്ച് ഇത്ര താഴ്ത്തി പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഇനി ബാക്കി പറയാൻ പോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ദയവ് ചെയ്തെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട്ടേരും. എന്തായാലും ആ ബാക്കിയും കൂടെ കേട്ടു നോക്കും. കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത് അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എച്ച് കൃഷ്ണകുമാറാണ് എന്റെ അമ്മ, സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല. കേട്ടല്ലോ, ഈ ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് ആ വീഡിയോക്കകത്ത് നിൽക്കുന്നത്. ചേച്ചി ഇവിടം വരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. അതായത് എന്റെ ഭർത്താവിന് കുഴപ്പമില്ല, എന്റെ ഭർത്താവിന്റെ അമ്മയ്ക്ക് കുഴപ്പമില്ല, അമ്മ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഈ ഒരു പ്രശ്നങ്ങളും സംഭവങ്ങളും കിടക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ളത് അമ്മയെ വിളിക്കും. അമ്മയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്കും കുഴപ്പം വരേണ്ട ഒരു ആവശ്യമില്ല. 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതായത് ചേച്ചി വിളിക്കുന്നത് ചേച്ചിക്കും കുഴപ്പമില്ല, ചേച്ചി വിളിക്കുന്നത് കേൾക്കുന്ന ഒരാൾക്കും കുഴപ്പമില്ലെങ്കിൽ ഒരു പ്രശ്നവും അവിടെ ഇല്ല. അവരുടെ ഇഷ്ടമില്ലയോ? അപ്പൊ പിന്നെ ഇവിടെ ഇത്രയും വിവാദം സൃഷ്ടിക്കേണ്ട കാര്യം എന്തുവായിരുന്നു? ചേച്ചി ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റാണ് അവിടെ ഇത്രയും വിവാദം കയറാൻ പറ്റിയ ഒരു കാര്യം. അതായത് ചേച്ചി പറയുകയാണ് എന്റെ വീട്ടിലൊരു അമ്മയും എന്റെ വീട്ടിലൊരു അച്ഛനും ഉള്ളപ്പോൾ എന്റെ ഭർത്താവിന്റെ വീട്ടിലെ അമ്മയും അച്ഛനും വഴി കൂടെ പോകുന്നവരെ എനിക്ക് അമ്മയെന്നും അച്ഛനും വിളിക്കേണ്ട ഒരാവശ്യവും ഇല്ലെന്ന്. അതായത് ഭർത്താവിന്റെ അമ്മയെന്ന് വിളിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പ്രത്യേകിച്ച് അമ്മയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു വേർഡാണ് വഴിയിൽ കൂടെ പോകുന്നവരെ. കണ്ട വഴിയിൽ കൂടെ പോകുന്നവരെ എനിക്ക് അമ്മയെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. നാക്ക് ചതിച്ചതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് പല പ്രാവശ്യം സോഷ്യൽ മീഡിയ വന്ന് ഓരോ റിയാക്ഷൻ ചാനൽസ് തലങ്ങും വിലങ്ങും പറയുന്നൊരു കാര്യമാണ് വായിന്ന് വീഴുന്ന ഓരോ വാക്കുകളും വളർന്ന് മുറിച്ച് മാത്രം ഉപയോഗിക്കാവൂ. പ്രത്യേകിച്ച് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ചേച്ചിയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ അത് ഇടുമ്പോൾ മാക്സിമം നമുക്ക് എത്രയോ പ്രാവശ്യം കാണാൻ പറ്റുമോ അത്രയും പ്രാവശ്യം കണ്ടു നോക്കി ഒരു കുഴപ്പമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യാവൂ. അത്രത്തോളം കണ്ണിങ് ആയിട്ട് മാത്രമേ വീഡിയോ ചെയ്യാവൂ. ഈ ചേച്ചിയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട എന്നൊരു രീതി മൊത്തം പറഞ്ഞതിന് ശേഷം യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതിൽ കൂടെ നെഗറ്റീവ് വരാൻ പോകുന്ന വഴി നിങ്ങൾ നോക്കിക്കൊണ്ട്. ഇതിനോടകം തന്നെ ചേച്ചി ഏറി പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹൻസിക കൃഷ്ണ കുറച്ച് ദിവസം കൊണ്ട് ഏറി തന്നെയായിരുന്നു. ഞാൻ കയറിക്കോളാം മകളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം ദിയ കൃഷ്ണ എയറിലേക്ക് പോയിട്ട് ഹൻസിക കൃഷ്ണനെ താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിനോടകം തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി നമ്മൾ ചേച്ചിയുടെ ചാനലിലോട്ട് ആഴത്തിൽ ഇറങ്ങിപ്പോയി നോക്കുമ്പോൾ മറ്റൊരു കാര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ചേച്ചിയുടെ പണ്ട് വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുള്ള ഒരു വ്ളോഗിന്റെ തമ്മിലാണ് സൈഡിൽ കാണാൻ പറ്റുന്നത്. അതിനകത്ത് ചേച്ചി കൊടുത്തിട്ടുള്ളത് മീനമ്മ. അതായത് മീനമ്മ പേരാണോ എന്തോ നമുക്ക് മൊത്തത്തിൽ വായിച്ചു നോക്കുമ്പോൾ മീനമ്മ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അമ്മ വരുന്നില്ലയോ? അപ്പൊ അവരെ അമ്മ എന്ന് വിളിക്കുന്നതിന് വരെ മീൻ ആന്റി എന്ന് വിളിച്ചാൽ പോരായിരുന്നു. അല്ല അത് മനസ്സിലാവുന്നില്ല. ഒന്ന് ക്ലാരിറ്റി കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ അവിടെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുന്നവരെ അമ്മയമ്മയെ വഴി കൂടെ പോകുന്നവർ എന്ന് ഉപയോഗിക്കുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ എന്തോ പറഞ്ഞാൽ പറ്റും. അതായത് ഇത്രയും ഇൻഫ്ലുവൻസ് സംഭവങ്ങൾ ചെയ്യുന്ന ഒരു ആള് തന്നെ വന്ന് കിടന്ന് ഇതേപോലുള്ള വിവരക്കേട് മാത്രം സോഷ്യൽ മീഡിയ വന്ന് വിളമ്പി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ചേച്ചിയുടെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട്. ഒരു സെലിബ്രിറ്റി ഫാമിലി അല്ലേ
ഇല്ലയോ? അതായത് ആ 3 ചേച്ചിമാരെല്ലാം വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, അതേ കൂട്ട് തന്നെ ആ പുള്ളിക്കാരൻ കൃഷ്ണകുമാർ, പുള്ളിക്കാരനാണെങ്കിൽ ഒരു ആക്ടറാണ്. അപ്പോൾ പിന്നെ അത്രയും ഫെയിമിൽ നിൽക്കുന്ന ഒരു ഫാമിലിയും കൂടെ ആകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നെഗറ്റീവ് വീഴാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ നെഗറ്റീവ് വാരി വിതറി ഇട്ട് കൊടുക്കാമോ? 1 ദിവസം കൊണ്ട് ഈ ചേച്ചി തന്നെയാണ് ഏറി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൂട്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് വിവാദം സൃഷ്ടിക്കാൻ പറ്റിയ ഒരു ദിവസവും കൂടെ ആയിരുന്നു മദേഴ്സ് ഡേ. അമ്മമാരുടെ ദിവസം തന്നെ അമ്മമാരെ കുറിച്ച് തോന്നിവാസം പറഞ്ഞ ചേച്ചിക്കെതിരെ ആൾക്കാർ നീങ്ങുന്നു എന്നാണ് കമന്റ് ബോക്സിൽ മൊത്തമുള്ള തെറിവിളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. വായിക്കൂടെ പോകുന്ന ഓരോ വാക്കും ഇനിയെങ്കിലും ശ്രദ്ധിച്ച് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാൻ കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ തുടർന്നിട്ടുള്ളൂ ഉറപ്പായിട്ടും എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. കമന്റ് ബോക്സ് തുറന്നിട്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും ലൈക്കും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഹൈപ്പും ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രൈറ്റ് പോകാം. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. എല്ലാവർക്കും ബൈ.